നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ സ്നേഹ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദവുമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് സയൻറ്റിഫിക്കായിട്ട് എന്തെങ്കിലും കണക്ഷനുണ്ടോ, സയൻറ്റിഫിക്കായിട്ട് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഫിസിക്സിൽ പ്രോഗ്രസ് നടക്കുന്നതോറും കൂടുതൽ ഡെവലപ്പ് ചെയ്യും തോറും ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഉദ്ഭവിച്ചത് ഒരു അബ്സല്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നാണ്. ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നെല്ലാം പരാമർശിക്കുന്നു. അപ്പോൾ ഡാർക്ക് മാറ്ററിൽ നിന്നും വെർച്വൽ പാർട്ടിക്കിൾസ് ഉദ്ഭവിക്കുന്നു. വെർച്വൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നില്ല. അതിന് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ നിർവചിക്കാൻ പറ്റില്ല. അത് അവിടെ ഉണ്ട് എന്നൊരു സങ്കല്പം മാത്രം. നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ആ വെർച്വൽ പാർട്ടിക്കിൾസ് 2% താഴെയാണ് എന്ന് പറയുന്നു. 98% ഇപ്പോഴും ആ അബ്സല്യൂട്ട് തന്നെയായിട്ട് നിലനിൽക്കുന്നു. ഈ വെർച്വൽ പാർട്ടിക്കിൾസിൽ ചില പാർട്ടിക്കിൾസ് ക്ഷേത്രത്തിൽ മാനിഫെസ്റ്റ് ആവുന്നു, വൈബ്രേഷൻസ് ആയിട്ട് മാനിഫെസ്റ്റ് ആവുന്നു. ചിലത് തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പം ഇതും ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വമായിട്ടുള്ള നത്തിങ്നെസ് എന്ന് ഉദ്ഭവിക്കുന്ന ക്ഷോഭവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ലാലാജി മഹാരാജ് പറയുന്നുണ്ട്, ഞാൻ എന്നുള്ള ഭാവം ഉദ്ഭവിച്ചപ്പോൾ ഭയമുണ്ടായി. ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള
തോന്നലുണ്ടായപ്പോൾ ഭയമില്ലാണ്ട് വീണ്ടും സെറ്റിൽ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഒരു വെർച്വൽ പാർട്ടിക്കിൾ ക്ഷേത്രത്തിലേക്ക് തിരിയുമ്പോൾ അതിന് ഈ എക്സിസ്റ്റൻസിൽ നിലനിൽക്കാനോ അല്ലെങ്കിൽ തിരിച്ച് അവിടെ തന്നെ പോകാനോ ഉള്ള ഫ്രീ ചോയ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ചോയ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? തിരിച്ചു പോകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫിയർ, ഭയം. അതോടുകൂടിയിട്ട് വൈബ്രേഷൻസ് ആരംഭിക്കുന്നു. വൈബ്രേഷൻസ് ആരംഭിക്കുമ്പോൾ അവിടെ ദ്വന്ദ്ങ്ങൾ കടന്നു വരുന്നു. ആദ്യം തന്നെ പോസിബിലിറ്റീസായിട്ട് മാറുന്നു. ക്വാണ്ടം ഫിസിക്സിൽ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു. പോസിബിലിറ്റീസ് ഉദ്ഭവിക്കുന്നത് ഈ ഞാൻ എന്നുള്ള ഭാവം, ഈ വെർച്വൽ പാർട്ടിക്കിൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതുവരെ പോസിബിലിറ്റീസ് തന്നെ ഇല്ല. ആർട്ട്ഫുൾനെസ്സിലും ഇത് തന്നെ പറയുന്നു. സൃഷ്ടിക്കുള്ള സാധ്യത ക്ഷോഭമാവുമ്പോൾ വരുന്നു. ഈ സാധ്യത മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ക്ഷേത്രത്തിലേക്ക് തിരിയുമ്പോഴാണ്. ബ്രഹ്മരന്ധ്രം തിരിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിയുമ്പോഴാണ് സാധ്യതകൾ പ്രകടമാവുന്നു. ആദ്യം പ്രഭുഭാവം, പിന്നെ പ്രപന്ന പ്രഭുഭാവം എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഈ അബ്സല്യൂട്ട് തലത്തിൽ ഉണ്ടാകുന്ന പോസിബിലിറ്റീസ് അത് മാനിഫെസ്റ്റ് ആവുന്ന ആദ്യം വേവ് ഫോം അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഫോം. ഇത് രണ്ടും ഒരു തീരുമാനം പോലെ, സ്വയം തീരുമാനം പോലെ ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അത് പറയുന്നു. ഒരു പാർട്ടിക്കിൾ ആവണോ അല്ലെങ്കിൽ വേവ് ആവണോ എന്നുള്ളത് ഒരു സ്വന്തം തീരുമാനം പോലെ. വേവ് ആവണമെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ പ്രകടമാവില്ല, പാർട്ടിക്കിൾ നേച്ചർ പറയാൻ വേവ് നേച്ചർ പ്രകടമാവില്ല. പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ഇത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ യഥാർത്ഥത്തിൽ ഈ ഭാവം, അങ്ങനെ ഭാവം എന്ന് പറയാം, വളരെ 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 അടുത്താണ്. അബ്സല്യൂട്ട് നത്തിങ്നെസ്സിന് സെപ്പറേഷൻ തന്നെ ഇല്ല. പാർട്ടിക്കുലേറ്റ് ഭാവം വരും, വെർച്വൽ പാർട്ടിക്കിൾസിൻ്റെ ഭാവം വരുമ്പോൾ കുറച്ച് സെപ്പറേഷൻ, പക്ഷേ വളരെ ക്ലോസ്ലി ബൗണ്ടാണ്. ആ ബോണ്ട് ചെയ്യുന്ന ശക്തി എന്തായിരിക്കും? നമുക്കതിനെ സ്നേഹം എന്ന് വിളിക്കാം, വേറെ വാക്ക് അതിന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ സ്നേഹത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന വിൽ പവർ, ഇച്ഛാശക്തി എല്ലാത്തിനെയും കൂട്ടിയിണക്കി വയ്ക്കുന്നു. ബാബുജി മഹാരാജ് പറയുന്ന ആ ഇച്ഛാശക്തി, അതാണ് യോജിപ്പിക്കുന്ന ശക്തി. ആ ഇച്ഛാശക്തി ആണ് പിന്നീട് മാനിഫെസ്റ്റേഷനുള്ള ശക്തിയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഡയമെൻഷനിൽ എല്ലാം അടുത്തടുത്തിരിക്കുമ്പോൾ നമുക്കവിടെ സ്പേസ് ടൈം ഡയമെൻഷൻ തന്നെ മാനിഫെസ്റ്റ് ആയിട്ടില്ല, സിംഗുലാരിറ്റി എന്നുള്ള തലത്തിൽ നിൽക്കുന്നു. ആ ഒരു സ്റ്റേറ്റിൽ നിന്നും പ്രകടമാകുമ്പോൾ ടൈം പ്രകടമാവുന്നു, പിന്നെ സ്പേസും രണ്ടും ഒരുമിച്ച് വരുന്നു. അപ്പോൾ ശക്തി, പവർ മാനിഫെസ്റ്റ് ആകും. അപ്പോൾ അന്തർലീനമായിട്ടുള്ള ഇച്ഛാശക്തി മാനിഫെസ്റ്റ് ആകുമ്പോൾ അത് പവറായിട്ട് മാറുന്നു. സമയമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. അവകാശ, സ്പേസിന് അദ്ദേഹം ആകാശ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ആ സെപ്പറേഷൻ വരുമ്പോഴാണ് പുരുഷ ആൻഡ് പ്രകൃതി എന്നുള്ള ഡിഫറൻസ് വരുന്നത്. ക്ഷേത്രജ്ഞ, പിന്നീട് അത് ക്ഷേത്രജ്ഞനും ക്ഷേത്രവുമായിട്ട് മാറുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അബ്സല്യൂട്ട് നത്തിങ്നെസ് എന്നും ഉദ്ഭവിക്കുന്ന ആ വെർച്വൽ പാർട്ടിക്കിൾസ് അതിന് ഞാനെന്നുള്ള ഭാവം പ്രകടമാവുന്നു. ഞാനെന്നുള്ള ഭാവം പ്രകടമാകുമ്പോൾ ചുറ്റുമുള്ള ക്ഷേത്രത്തിൽ കമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് പ്രകൃതിയായിട്ടും ഈ പാർട്ടിക്കിൾ ഒരു മാനിഫെസ്റ്റേഷനായിട്ടും പ്രവർത്തിക്കുന്നു, പുരുഷനായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നീടുള്ള യാത്രയിൽ ഇവർ തമ്മിലുള്ള യോജിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അടുത്തടുത്തുള്ള സെപ്പറേഷൻ ഇല്ലാത്ത ഒരു സ്റ്റേറ്റിൽ നിന്ന് സെപ്പറേഷൻ വരുന്നു. ക്രമേണ സെപ്പറേഷൻ വരുമ്പോൾ എനർജി ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ സയൻസിൽ തന്നെ ന്യൂക്ലിയർ ഫോഴ്സസ്, ന്യൂക്ലിയസിനെയും ഇലക്ട്രോൺസിനെയും കൂട്ടിയിണക്കി വയ്ക്കുന്ന ശക്തികൾ വളരെ പവർഫുള്ളാണെന്ന് പറഞ്ഞത്. പക്ഷേ വളരെ അടുത്തുള്ള ദൂരത്തെ അത് വർക്ക് ചെയ്യുള്ളൂ. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനേക്കാളും കുറച്ചും കൂടി വീക്കാണ് മോളിക്യൂൾസിൽ ഉണ്ടാകുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി വീക്കാണ് മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ടിങ് വരുമ്പോൾ. അതിനേക്കാളും വീക്കാവുന്നു അത് കോമ്പൗണ്ട്സ് തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ നമ്മൾ ഗ്രോസ് ആയിട്ട് പോകുമ്പോൾ ശക്തി വീക്കായിട്ട് വരുന്നു. ഇപ്പോൾ ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. പ്ലാനറ്റ്സ്, നക്ഷത്രങ്ങൾ, നമ്മൾ, ജീവജാലങ്ങൾ എല്ലാവരും പരസ്പരം ബന്ധിതമായിട്ടിരിക്കുകയാണ്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്, പക്ഷേ വളരെ വീക്കായിട്ടുള്ളൊരു ശക്തി നമുക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്താണ് ശക്തി? അതിനെ ഗ്രാവിറ്റി എന്നാണ് വിളിക്കുന്നത്, ഗുരുത്വാകർഷണ ശക്തി. ഗ്രാവിറ്റി ഈസ് നത്തിങ് ബട്ട് ലവ് എന്നുള്ളതും കൂടി ഇപ്പോൾ സയൻസിൽ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ എത്ര ദൂരെ പോയാലും ഇത്ര വീക്കായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂട്ടിയിണക്കി വയ്ക്കുകയാണ്. പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ അതിന് അന്തർലീനമായിട്ട് കൺട്രാക്ഷൻ സംഭവിക്കുന്നു എന്നും സയൻസ് തെളിയിക്കുന്നുണ്ട്. അതൊക്കെ തിയറിറ്റിക്കലായിട്ട് മനസ്സിലായിട്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസോടെ മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ എത്ര എക്സ്പാൻഡ് ചെയ്താലും നമ്മുടെ ഉള്ളിൽ ആ കണക്ഷൻ ഉണ്ട്. എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നു. എത്ര ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അപ്പുറമാണെങ്കിലും കണക്റ്റഡാണ്. മൈക്രോ പാർട്ടിക്കിൾസ്, നാനോ പാർട്ടിക്കിൾ ഒക്കെ കണക്റ്റഡാണെന്നാണ് പറയുന്നത്. തിരിച്ചുള്ള നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണം? അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ട് സെപ്പറേഷൻ അനുഭവിക്കുന്നതുകൊണ്ട് നമുക്കുള്ളിൽ ഉണ്ടാകുന്ന പെയിൻ, അതാണ് സഫറിങ് എന്ന് പറയുന്നത്. നമുക്ക് സ്വയം നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നൊരു തോന്നൽ നമ്മളിലുണ്ടാവുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചക്രത്തിൽ കറങ്ങി നിൽക്കുന്നു. നമ്മൾ ഈ സ്നേഹം എന്നുള്ള ഈ ഗുരുത്വാകർഷണ ശക്തിയെ ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് വഴി? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാം കമ്പാഷനേറ്റായിട്ട് ചെയ്യുക, സ്നേഹത്തോടെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തിൻ്റെ മാധ്യമമായിട്ട് മാറുന്നു. പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, സകല ജീവജാലങ്ങളും ഈ ഒരു ഭാവത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് തിരിച്ചു പോകണം. ഈയാമ്പാറ്റകൾ ഒരു വിളക്കിലേക്ക് അടുക്കുന്ന പോലെ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവത്ഗീതയിൽ പറയുന്നത്. തിരിച്ചു വന്നേ പറ്റുള്ളൂ. ആ തിരിച്ചു പോക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ. യോജിക്കുന്നു, എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് യോജിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ യോജിക്കുമ്പോൾ ഒരു എതിർപ്പുണ്ടാകുന്നു. അതാണ് സെൽഫിഷ്നെസ്. അത് നമ്മളെ പ്രകടമാക്കാനുള്ള ചോയ്സ്, നമ്മൾ ആദ്യം കാണിച്ച ആ ചോയ്സ്, അത് ഇവിടെ എപ്പോഴും മാനിഫെസ്റ്റ് ആകും. ഇപ്പോൾ തുടക്കത്തിലുള്ള എവല്യൂഷനിൽ വലിയ ചോയ്സ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ തലത്തെത്തുമ്പോഴാണ് നമുക്കൊരു വടംവലി തുടങ്ങുന്നത്. ഈ ചോയ്സ്, മനസ്സ് പ്രകടമാകുമ്പോൾ എനിക്ക് സ്വയം നിലനിൽക്കാം എന്നുള്ള ബോധം ഉള്ളിൽ വരുന്നു. അപ്പോൾ നമ്മൾ എതിർക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് മനുഷ്യന് ട്രാഫിക് ബ്ലോക്കായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പാഷൻ ഫ്ലോ അനുവദിക്കുന്ന ഭാവം ഉള്ളിൽ കൊണ്ടുവരണം. അതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ഈശാവാസ്യ ഉപദേശത്തെ തേന തെക്തേന ഭുഞ്ചീത എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ത്യാഗത്തെക്കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ക്വാളിറ്റിയാണ്. സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം കിട്ടിയതാണ് ത്യാഗം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. നിങ്ങൾ ഇതിൽ മൾട്ടിപ്ലൈ, ഇതിൽ വളരും. ത്യാഗമാണ് നിങ്ങളെ ഉയർത്തുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥത്തിലുള്ള യോജിപ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ത്യാഗമാണ്. സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ടുള്ള ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിലാണ് ത്യാഗം പഠിക്കേണ്ടത്, സാക്രിഫൈസിലൂടെ. യഥാർത്ഥത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ് തിരിച്ചറിയുക. അതാണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. എത്ര ബ്യൂട്ടിഫുള്ളാണ്. ഫിസിക്സും സ്പിരിച്വാലിറ്റിയും യോജിക്കുന്നത് കണ്ടില്ലേ? സഹജമാർഗം ഇത് വളരെ ലളിതമാക്കുന്നു. ഈ ത്യാഗത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ കൂടുതൽ താല്പര്യം വരും. ത്യാഗമനസ്കതയിൽ കൂടുതൽ താല്പര്യം, അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയ കൂടുതൽ താല്പര്യം വരും. പക്ഷേ ഇത് എക്സ്പ്ലനേഷൻ വാക്കുകളിലൂടെ പറ്റില്ല, അനുഭവത്തിലൂടെ സാധിക്കും. അവിടെയാണ് പ്രാണാഹുതി നമ്മളെ സഹായിക്കുന്നത്. എല്ലാവരെയും യോജിപ്പിക്കുന്ന ആ യഥാർത്ഥത്തിലുള്ള ആ ഫോഴ്സ് അബ്സല്യൂട്ടിൽ നിന്ന് തന്നെ ഉദ്ഭവിക്കുന്ന, നമ്മളെല്ലാം ഇൻ്റർകണക്റ്റഡ് ഒന്നായി തന്നെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്യൂരിറ്റി, അത് നമ്മളിലേക്ക് കണക്റ്റഡ് ആകും. നമ്മൾ അതിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ത്യാഗമനോഭാവത്തിൽ ജീവിക്കുന്നു. വൈരാഗ്യഭാവം നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നു. നമ്മൾക്കത് സെക്കൻഡ് നേച്ചറായിട്ട് മാറുന്നു. ശരിക്കും നമ്മൾ സാധന ചെയ്യുക, സഹജമാർഗത്തെ ശുദ്ധീകരണം ചെയ്യുക. ഇത് ചെയ്യുന്നതോടെ നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ ഈ ഒരു ഫീൽ വരാൻ തുടങ്ങും. അപ്പോഴാണ് പ്രാർത്ഥനാഭാവം വരുന്നത്. പ്രാർത്ഥനാഭാവം നമ്മുടെ നേച്ചറായിട്ട് മാറുന്നു. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങ് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ്, ആ പൂർവ്വം തന്നെയാണ് തിരിച്ചറിയുന്ന ആ നിമിഷമാണ് പ്രാർത്ഥനാഭാവം നമ്മുടെ ഉള്ളിൽ വളരുന്നത്. അപ്പോൾ ആ നിമിഷം എല്ലാ പോസിബിലിറ്റീസും പ്രകടമാവുന്ന വെറും ഒരു എക്സിസ്റ്റൻസ് മാത്രമായിട്ട് മാറുകയാണ് നമ്മൾ. അപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ ക്വാണ്ടം ഫീൽഡ് എന്നുള്ള തലത്തിൽ നിന്നും അപ്പുറമുള്ള ഏകത്വം എന്നുള്ള ഭാവത്തിലേക്ക്, യൂണിഫിക്കേഷൻ എന്നുള്ള ഭാവത്തിലേക്ക്, അതിൻ്റെ അപ്പുറം തന്നെ ഒന്ന് എന്നുള്ള ഭാവത്തിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള കാര്യം പ്രാണാഹുതിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.